ഇത് നമ്മളുടെ വീട്ടിലുണ്ടായ ചാമ്പയ്ക്കാണ്. നമ്മൾ ഈ ബെൽച്ചാമ്പയ്ക്ക് വെച്ച് അച്ചാറിടാൻ പോവാണ്. നല്ല ഭംഗിയുണ്ട്. ഞാനിങ്ങനെ കട്ട് ചെയ്യും. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആ വേണ്ടെന്ന് പറ. നല്ലെണ്ണ, കടുക്, മഞ്ഞപ്പൊടി, പൊക്കി കാണില്ല, ഉലുവാപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, കറിവേപ്പില, ചാമ്പയ്ക്ക, പിന്നെ ഉപ്പ്. ഫസ്റ്റ് എണ്ണ ഒഴിക്കണം. കടുക് ഇടണം. നമ്മളിവിടെ ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരാൾ ടാങ്ക് വിത്ത് ലെമൺ ഉണ്ടാക്കും. ഇൻട്രോട്ടാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. എന്നിട്ട് ഇച്ചിരി വെള്ളം ഉണ്ടാകുന്ന വെക്കണം. ഒരു ചെറിയ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂണൊന്നും അല്ലല്ലോ ഇട്ടിടുന്നത്. സ്ഥലമില്ല ഫോണിൽ. ഇതെന്താ? ഉലുവാപ്പൊടി. ഉലുവാപ്പൊടിയാണെങ്കിൽ നമ്മൾ അനൂസ് അച്ചാറിന്റെ ഡബ്ബിയിലാണ് ഉലുവാപ്പൊടി ഇട്ടത്. ഉലുവാപ്പൊടി വേറെ അതിൻ്റെ ഒത്തിരി ഇത്ര ഉലുവാപ്പൊടി. സോ ഇതിനിടയിൽ നമ്മൾ കായപ്പൊടി, ചില്ലി ഫ്ലേക്സ്, പിന്നെ 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഐഫോൺ സ്റ്റോറേജ് ഫുള്ളായ കാരണം അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. ഇപ്പൊ എന്തൊക്കെ ഇട്ട? മുളക് പൊടി, കറിവേപ്പില. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 സ്പൂൺ വിനാഗിരി അതിനകത്ത് ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് മിക്സാക്കിയിട്ട് ചാമ്പയ്ക്ക കുറച്ചിട്ട് മിക്സാക്കി ലൈറ്റിന് വെട്ടമില്ല. ഇതൊന്നും മസാല ഇല്ലേ? മസാല മിക്സ് ആക്കുമല്ലേ, മസാല പിടിച്ച് വരും. എന്നാലും നാളെ രാവിലത്തേക്കല്ലോ ഇതിങ്ങനെ അടച്ചു വെച്ചേര്. അങ്ങോട്ട് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട്. ഇങ്ങനെ കണ്ടിട്ട് സൂപ്പർ കൊള്ളാം.